ഗൈസ് നമസ്കാരം. സാബുമോൻ നമ്മുടെ സീസൺ 1 വിന്നർ. അദ്ദേഹം ഒരു ബേബി മെറ്റീരിയൽ തന്നെയാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരിട്ട് ഞാൻ കയറി കാണുകയും സംസാരിക്കുകയും എല്ലാം ഉണ്ട്. സാബു ചേട്ടനായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആളുടെ വേ ഓഫ് ടോക്ക്, ആളുടെ ഒരു തെറ്റിന് നേരെ പുള്ളി പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പുള്ളിയുടെ ഈവൻ ടു ബി ഫ്രാങ്ക് പലരും റിയാസ് കയറി കഴിയുമ്പോൾ പറഞ്ഞു റിയാസിന്റെ വായ്പോയി വരാൻ ആർക്കും പറ്റത്തില്ല, കാരണം ആള് ഭയങ്കര സംസാരമാണെന്നുള്ളത്. പക്ഷെ റിയൽ ആ ഒരു സംഭവം ഉള്ളത് സാബുചേട്ടന് തന്നെയാണ്. സാബുചേട്ടന് പോയിന്റ് ടു പോയിന്റ് സംസാരിച്ചിട്ട് ഇരുത്താൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, കൺവിൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സോ അദ്ദേഹം കഴിഞ്ഞ വിന്നറായി. അതിനുശേഷം കഴിഞ്ഞ സീസണിലോ നമ്മൾ ഓർമ്മയില്ല, ഒരു സീസണിൽ ഈ ലേറ്റസ്റ്റ് ഈ സീസണിൽ യെസ് ഓഫ് കോഴ്സ് കഴിഞ്ഞ സീസണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സീസണിലും വന്നു. ആള് നല്ല രീതിയിൽ അവിടെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ആര്യന്റെ കേസ്, മുറ്റത്തൊരു മൈന, പരിപ്പിട്ട് കൊടുക്കുന്നു, ചപ്പാത്തി ഉണ്ടായി കൊടുക്കുന്നു, ഡ്രസ്സ് കഴുകി കൊടുക്കുന്നു, അതേപോലെ നൂറയുടെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ എടുത്തിടുന്ന കാര്യങ്ങൾ, അതേപോലെ അറക്കാൻ നിർത്തിയിരിക്കുന്ന പോത്ത് എന്നുള്ള ആ ഒരു അറക്കാൻ നിർത്തിയിരിക്കുന്ന മൃഗം നല്ല രീതിയിൽ നെവിനെ പറയുകയും അനീഷിന്റെ കാര്യം സംസാരിക്കുകയും അനീഷിന് നിറമൊഴിക്കുന്ന മാതിരി ഞാൻ സംസാരിക്കുക. ആ ഒരു ടോക്ക് ഭയങ്കര ഡ്രമാറ്റിക് ആണ്. ഇങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് സംസാരിക്കുക, ലൈറ്റായിട്ട് സംസാരിക്കുക, അതേപോലെ ടാസ്ക് ഒക്കെ ബുദ്ധിപരമായിട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ. അതുപോലെ ലക്ഷ്മിയോട് സംസാരിച്ചത്, ലക്ഷ്മിയുടെ പോയിന്റ് ലക്ഷ്മിക്ക് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ എതിർക്കുന്നു എന്നുള്ള ഒറ്റ കെയർ ഓഫിൽ അത് മാറ്റാൻ നിൽക്കരുത്. സ്വയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റാൻ നോക്കുക. അദ്ദേഹം പറയുന്ന പോയിന്റ് എല്ലാം പെർഫെക്റ്റ് ആണ്. അതേപോലെ അനീഷിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ പോയിന്റ് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് സൈക്കോളജി വൈസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് ട്രിഗർ ആവും. കൈ തട്ടി മാറ്റി നീ ആരാടാ കൈ ചൂണ്ടി സംസാരിക്കുക എന്നുള്ള വർത്താനൊക്കെ വരും. പക്ഷെ സാവുചേട്ടനാണ് അത് പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും കണ്ടാൽ ട്രിഗർ ആവത്തില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ട്രിഗർ ആവും. അതുകൊണ്ട് ഒരു കാര്യം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ തിരിച്ചാ സംസാരിക്കുന്ന രീതി. അതുപോലെ അവിടെയുള്ള എല്ലാവരും എഴുതിയെടുത്തിട്ട് തിരിച്ച് സംസാരിക്കുമ്പോൾ പുള്ളി നല്ല കൂളായിട്ട് ഇരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ബുദ്ധിപൂർവ്വം തന്നെയാണ് പുള്ളി സീസൺ 1 കളിച്ചത്. ഇപ്പൊ വരുമ്പോഴും ഒക്കെ സംസാരിക്കണം. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ അത്രയും റോസ്റ്റ് അതേപോലെ റോസ്റ്റ് ചെയ്തില്ല, കാരണം എല്ലാവരും മരണഭീതിയിലാണ്, അതുകൊണ്ട് റോസ്റ്റ് ചെയ്തില്ല. കാരണം സാബുചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ്, അത്രയും ഷാർപ്പാണ് പുള്ളിയുടെ സംസാരവും കാര്യങ്ങളും. പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വാമ്പ് പിടിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പേഴ്സണാലിറ്റിയെ. അപ്പോ ഈ ഒരു രീതിയിൽ വന്നിട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ആളുകൾക്ക് ബോറായി തുടങ്ങി, കളി മാറ്റി തുടങ്ങുന്നുള്ള രീതിയിലുള്ള എല്ലാ ഹിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ഇപ്പോൾ വന്ന് പോയവരെല്ലാവരും അത്യാവശ്യം ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഹിന്റ് കിട്ടിയിട്ട് ഗെയിം മാറ്റി തുടങ്ങാന്നുള്ളത് അവിടെയുള്ള ആൾക്കാരുടെ ബുദ്ധി പോലെ ഇരിക്കും. ഇപ്പൊ അത്യാവശ്യം അനീഷ് ആണെങ്കിലും അനീഷ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് പുറത്തുനിന്നുള്ള സാധാരണക്കാരിലെ ആൾക്കാരെ കൊണ്ടുവന്നുകൂടാന്നുള്ളത്. അപ്പം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെലിബ്രിറ്റീസ് ഉണ്ടാവും, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, കോമണേഴ്സ് ഉണ്ടെങ്കിലും ബിഗ് ബോസ് ഇവരെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. സെലിബ്രിറ്റിക്ക് ഒരു ടാസ്ക്, സാധാരണക്കാരനായ കോമണറായ നമ്മുടെ അനീഷിന് ഒരു ടാസ്ക്, ഇൻഫ്ലുവൻസേഴ്സിന് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഓരോ ഗെയിംസിനും ഓരോ സംഭവത്തിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ അനീഷ് പറയാണ് ലോകത്തുള്ള എല്ലാവരും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ MBBS പഠിച്ചാൽ മാത്രമേ ഡോക്ടർ ആവാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന, അല്ലെങ്കിൽ നാലാൾക്കാർ അറിഞ്ഞു തുടങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു ക്രൈറ്റീരിയയിൽ ഉള്ളതാണ് സാധാരണക്കാർ. അതായത് കൃഷി സംബന്ധമായിട്ടും അങ്ങനെ പല രീതിയിലും വളരെ നോർമലൈസ് ആയിട്ട് ജീവിച്ചു പോകുന്ന ആളുകളിൽ നിന്നും ഒരാളും, അതേപോലെ സെലിബ്രിറ്റി ലെവലിലും ഇൻഫ്ലുവൻസ് ലെവലിൽ നിൽക്കുന്ന ആളുകളും നല്ല രീതിയിലാണ് ഈ ഒരു സംഭവത്തിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അനീഷിന്റെയിലൂടെ ഓരോ ആളുകൾ, അപ്പൊ അടുത്ത സീസണിലാണെങ്കിൽ കോമണർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ള സീസണിലാണെങ്കിൽ കോമണർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഇതിൽ ഫുള്ളി കോമണർ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?